വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് കാര്യമായിട്ട് പണികളില്ല കേട്ടോ. കാരണം ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ തലേദിവസം തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി നേരം വൈകിട്ട് തന്നെയാണ് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഒരു 7 ആയപ്പോഴാണ് എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നത്. വന്ന് വെള്ളം കുടിക്കാൻ കേട്ടോ. ഇന്ന് ചൂടാക്കാനൊന്നും നിന്നില്ല. ഇപ്പോൾ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ അമ്മ ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് കുപ്പി സംഘടിപ്പിച്ചിട്ട് കാണുന്നിടത്ത് മുഴുവൻ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കും. കാരണം വെള്ളം കുടിക്കാൻ ഇവിടെയുള്ള എല്ലാവർക്കും നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ എവിടെ നോക്കിയാലും കുപ്പി കാണാം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട്. 7:45 8 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ പാല് വരാറുള്ളൂ. പിന്നെ നേരത്തെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോയി വാങ്ങണം. അതാണെങ്കിൽ ഇത്തിരി നടക്കാനുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്മ പാല് വാങ്ങാൻ പോവില്ല, ഞാൻ തന്നെ പോണ്ടി വരും. അതുകൊണ്ട് എത്ര ടൈമായാലും കുഴപ്പമില്ല, ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും വീട്ടിൽ കൊണ്ടു തരില്ല, കുറച്ച് ദൂരെ തന്നെ വെക്കുക. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവരെ വീട്ടിലേക്ക് നടക്കാനുള്ള ദൂരത്തിരി കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ സമ്മതിച്ചതാണ് കേട്ടോ. അങ്ങനെ പാലൊക്കെ എടുത്തോണ്ടെന്ന് നമ്മൾ നേരെ അത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ പണികൾ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് എനർജി കൂടി കിട്ടിക്കോട്ടെ. പാല് തിളയ്ക്കാനായിട്ട് അത്യാവശ്യം സമയം എടുക്കുമല്ലോ. അതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടാണ് കേട്ടോ. പുട്ടിനപ്പോൾ നമുക്ക് നാളേരം വേണം. അപ്പം ഞാൻ വിചാരിച്ചു നാളേരം പൊട്ടിച്ച് ചിരക്കി വെക്കാമെന്ന്. നാളേരം വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കൊരിക്കലും മടക്കാത്ത സംഭവമാണ്. ഇപ്പോൾ ഇത്തിരി കുഴപ്പമുള്ള വെള്ളമാണെങ്കിലും ഞാൻ കുടിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ വെട്ടോത്തിയൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ മറക്കും ചെയ്യും, ചീത്തയും കേൾക്കും. അതുകൊണ്ട് ഞാനത് കൈയോടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ നാളേരം ചേർക്കുമ്പോഴേക്കും അമ്മ അതേ ചായയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ഛനും അമ്മയ്ക്കുള്ള ചായയൊക്കെ എടുത്ത് കൊണ്ടുകൊടുത്തതിന് ശേഷം ഞാനും കൂടി ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോഴാണ് പഞ്ചസാര കഴിഞ്ഞെന്ന് അമ്മ പറഞ്ഞത്. പഞ്ചസാര ഇട്ടിന് കഴുകി വൃത്തിയാക്കി ഇട്ട് വെക്കേണ്ടതാണ്. പക്ഷേ ഈ വട്ടം എന്ത് പറ്റിയെന്ന് അറിയില്ല, എനിക്ക് ഇത്തിരി മടി പിടിച്ചാച്ച്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം കഴുകാം അമ്മ എന്നും പറഞ്ഞ് ആ പഞ്ചസാര പൊട്ടിച്ചതിലിട്ട് വെച്ച് അത് കൈയോടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാസത്തിലൊരിക്കലേ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മാസം ക്ലീൻ ചെയ്തിട്ടില്ല. ഈ മാസം എന്തായാലും ചെയ്യണം. കാരണം അത്യാവശ്യം കബോർഡിലൊക്കെ ഇത്തിരി അഴുക്ക് വന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ടൈല് നമ്മൾ കൈയെത്തുന്ന ദൂരത്ത് മാത്രമാണ് ഡെയിലി തുടയ്ക്കുന്നത്. അതും കംപ്ലീറ്റ് തുടയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അതെന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ അമ്മയും കൂടിയിട്ട്. പഞ്ചസാര ടിന്നൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഞാൻ നേരെ പുട്ടുണ്ടാക്കാനുള്ള പരിപാടി നോക്കിയിട്ടോ. പുട്ട് കുഴയ്ക്കാൻ ഇപ്പോഴും അങ്ങോട്ട് സെറ്റായി വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അമ്മ തന്നെയാണ് കുഴച്ച് വെക്കുന്നത്. അത്ര സോഫ്റ്റ് ആവില്ല കേട്ടോ ഞാൻ കുഴച്ച് കഴിഞ്ഞാൽ. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ട് മറ്റേ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് പുട്ട് പൊടിയാണ് കേട്ടോ. പിന്നെ ചെയ്ത് ശീലാവുന്ന അമ്മ പറഞ്ഞതുള്ളതുകൊണ്ട് ആ ഒരു പേടില്ല കേട്ടോ. ചെയ്ത് ശരിയായിക്കൊള്ളുന്നേ. പിന്നെ ചോറ് എപ്പോഴും അമ്മയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ മീൻ വെച്ച കാരണം മീൻ കറിയുണ്ട്. രാവിലെ പുട്ടിനായിട്ട് പഴവും ഇല്ല, കടലെടുത്ത് വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് പച്ചക്കറി ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നാളേക്ക് കേടാവും, അത് വെച്ച് നമുക്ക് സാമ്പാർ വെച്ച് വയ്ക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നേക്കുമായി നാളെ നമുക്ക് രാവിലെ ദോശയോ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ 2 ദിവസത്തേക്കുള്ള സാമ്പാർ സെറ്റായല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് ശരിയാണല്ലോ. എനിക്കാണെങ്കിൽ ഗോതമ്പ് പുട്ടും സാമ്പാറും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ സെറ്റായി. പീലർ വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളായെങ്കിലും ഞാനത് ഉപയോഗിക്കാറില്ല കേട്ടോ. അമ്മയാണ് ഉപയോഗിക്കാറുള്ളത്. ഒരു വട്ടം ഞാനത് ചീവി വെച്ച് എൻ്റെ കൈയുടെ തൊലി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേടിയായിട്ടോ. പിന്നെ ഈ വട്ടം എടുത്ത് ഞാനൊന്ന് നോക്കിയതാണ്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, ശരിയാവണില്ല. അത് പഠിച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ പണ്ടത്തെ പേടി മനസ്സിലുള്ളതുകൊണ്ട് പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കത്തി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കത്തി കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാമ്പാറിൻ്റെ പരിപ്പ് അമ്മയാണ് കേട്ടോ വേവിച്ചത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ബാക്കി അമ്മ സെറ്റാക്കിക്കോളൂ കേട്ടോ. സാമ്പാർ വെക്കൽ കുഴപ്പമില്ലെങ്കിലും അമ്മ വെക്കുന്ന സാമ്പാർ നല്ലതാണല്ലോ, സോപ്പിട്ടതാണ് കേട്ടോ. അപ്പം അമ്മ തന്നെ വെക്കട്ടെ എന്ന് വിചാരിച്ച് ആളുടെ തന്നെ കൊടുത്തു. പിന്നെ ഇവിടെ പാത്രങ്ങൾ കുറവാണ് കേട്ടോ. കാരണം നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ കൂട്ടാൻ വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 15 രൂപയുടെ പാത്രം കണ്ടപ്പോൾ ചാടിക്കറി വാങ്ങിയതാണ്. പക്ഷേ വീട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ അപ്പോൾ മനസ്സിലായത്. കാരണം അത് സെറ്റായിട്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ നിലത്ത് വീണാൽ ചിലങ്ങും കേട്ടോ. അത്ര ക്വാളിറ്റി ഉള്ളൂ. പിന്നെ നമ്മൾ കെയർഫുള്ളായിട്ട് ഉപയോഗിച്ചാൽ മതി. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ 1 ഗ്ലാസ് ചായയും കൂടി എടുത്ത് നേരെ വന്ന് ലിസ്റ്റ് ചെയ്താണ് കേട്ടോ. കാരണം എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, എറണാകുളത്താണ്. നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം കേട്ടോ. അപ്പോൾ ലിസ്റ്റ് ഇട്ട് പോയി കഴിഞ്ഞ് നമുക്ക് സാധനങ്ങൾ എടുക്കാനും സുഖമായിരിക്കും. ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. 10 മണിക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു ബസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സെൻറ്ററിലോട്ട് നടക്കണ്ടല്ലോ. അപ്പോൾ അതിന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ച തിരിഞ്ഞാക്കി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഒരു കട പ്ലാൻ ചെയ്ത് പോയാലും 3-4 കട കയറേണ്ടി വരും കേട്ടോ. അപ്പോൾ പിന്നെ റിസ്ക് എടുത്തില്ല, നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ എത്തിയ വശമാണ് കേട്ടോ ബസ് വന്നത്. പിന്നെ ബസ്സിൽ കയറി. ഈ നേരത്തെ ജോലിക്കാരാണ് കേട്ടോ അതിൽ നിറച്ച്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ല കേട്ടോ, സീറ്റില്ലെങ്കിലും കുറച്ച് ദൂരമല്ലേ നിൽക്കേണ്ടി വരുള്ളൂ. ഒരു 5-10 മിനിറ്റ് എടുക്കുള്ളൂ നമുക്ക് തൃപ്രയാർ എത്താൻ വേണ്ടിയിട്ട് ബസ്സിലാവുമ്പോൾ.
അങ്ങനെ കയറി നമ്മൾ നേരെ ബസ്സിൽ കയറി. നമ്മൾ ആദ്യം വന്നത് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് ടോപ്പ് എടുക്കണമായിരുന്നു, പിന്നെ എനിക്ക് ടർക്കി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും വാങ്ങണമായിരുന്നു. ഞാൻ ഡ്രസ്സ് എടുക്കുന്നില്ല കേട്ടോ, കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സുകളുണ്ട്. പിന്നെ വെറുതെ ഇങ്ങനെ എടുത്ത് കൂട്ടിയിട്ടും കാര്യമില്ലല്ലോ. ഇപ്പോൾ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് അധികം ഇങ്ങനെ ചിലവില്ല ഡ്രസ്സിന്. അതുകൊണ്ട് അമ്മയ്ക്കുള്ള ടോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ മാളിലേക്ക് വന്നു. അമ്മ സ്റ്റുഡിയോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, അപ്പോൾ സ്റ്റുഡിയോയിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ലിപ്സ്റ്റിക്കും സ്പ്രേയും എടുക്കാനാണ് കേട്ടോ വന്നത്. അമ്മ അവിടെ ക്ലിപ്പൊക്കെ നോക്കി, പക്ഷെ അമ്മയ്ക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ, കാരണം ഒക്കെ മോഡേൺ ആണല്ലോ. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആയിരിക്കും ഭംഗി ഉണ്ടാവുക. സ്പ്രേയുടെ കൊപ്പുറി പുതിയ കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അതൊക്കെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എടുത്ത് പിന്നെ നമ്മൾ പാത്രങ്ങൾ വാങ്ങാനായിട്ട് അവിടേക്ക് തന്നെയാണ് കേട്ടോ വന്നത്. അതായത് സ്റ്റുഡിയോന്ന് ഇറങ്ങി അപ്പുറത്തൊരു സ്റ്റോറിലേക്കാണ് കയറിയത്. നമ്മുടെ പെരുന്നാളിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ പെരുന്നാളിന് ഇനി ടൈമുണ്ട്, എങ്കിലും നല്ല രീതിയിൽ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുക്കർ ചെറുതുണ്ടോയെന്നാണ് നോക്കിയത്, പക്ഷേ വലുതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത്ര വലുതും വേണ്ട. പിന്നെ അവിടെ പോയി ഒന്ന് സെറ്റായതിനു ശേഷം കുക്കറൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രൈ പാൻ അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ എടുത്തത്. ഇവിടെ 2 എണ്ണത്തിന് 599 പിന്നെ ടിഫിൻ ബോക്സ് നോക്കിയപ്പോഴും എനിക്ക് ഇഷ്ടമായില്ല, ഒക്കെ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അമ്മയ്ക്ക് ഒരു ദോശക്കല്ല് വേണമെന്ന് പറഞ്ഞു, ഒരു ദോശയുടെ തവയും എനിക്ക് വേണ്ട ഫ്രൈ പാനും എടുത്ത്. പിന്നെ അവിടെ നിന്ന് തന്നെ കയ്യിലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് കരണ്ടി. അതൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കുറച്ച് വാങ്ങാനായിട്ട് 99 കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഓഫർ ഉണ്ടാവും. അതും കൂടി വാങ്ങി ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.